ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിറ്റിസിസം ആൻഡ് തിയറിയിലെ ഫസ്റ്റ് മോഡ്യൂളിലെ റൊമാൻറ്റിക് ഏജിൽ വരുന്ന വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ചിട്ടാണ്. ബാക്കി ആൾക്കാരുടേതും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അതുകൂടെ കണ്ടു നോക്കണേ. വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ച് നോക്കാം. ഹി ലിവ്ഡ് ഇൻ ദ മിഡിൽ ഓഫ് നേച്ചർ. പ്രകൃതിയോട് ഇണങ്ങി അതിലെ കാര്യങ്ങളൊക്കെ എഴുതിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് എഴുതിയ ആളാണ് വില്യം വേർഡ്സ്വർത്ത് എന്ന് പറഞ്ഞാൽ. ഹിസ് പോംസ് ആർ ആൻ ഈവനിങ് വാക്ക്, ഡിസ്ക്രിപ്റ്റീവ് സ്കെച്ചസ്, ആൻഡ് ഹിസ് ക്രിട്ടിക്കൽ വർക്ക്സ് ആർ പ്രിഫൈസ് ടു ലിറിക്കൽ ബാലഡ്, അഡ്വർടൈസ്മെൻറ്റ് ടു ലിറിക്കൽ ബാലഡ്. ഇത് രണ്ടുമാണ് ഇയാളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രിട്ടിക്കൽ വർക്ക്സ്. And he divided poetry into 3 categories as epic, pastoral, elegy. വേർഡ്സ്വർത്ത് പോയട്രിയെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എപ്പിക്, പാസ്റ്ററൽ, എലിജി എന്ന് പറഞ്ഞിട്ടാണ്. ആൻഡ് വേർഡ്സ്വർത്തിൻ്റെ ഒരു ഡെഫിനിഷനുണ്ട് പോയട്രിക്ക്. വേർഡ്സ്വർത്ത് കൊടുത്തൊരു ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, പോയട്രി ഈസ് ദി സ്പോണ്ടൈനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് ഓഫ് ഫീലിങ്സ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. ഇങ്ങനെയാണ് വേർഡ്സ്വർത്ത് പോയട്രിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പോയട്രി അല്ലെങ്കിൽ ഒരു പോം എഴുതുമ്പോൾ എങ്ങനെയായിരിക്കണം ലാംഗ്വേജിനെ യൂസ് ചെയ്യേണ്ടത് എന്നൊരു കോൺസെപ്റ്റ് വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. റസ്ട്രിക്റ്റ് ലാംഗ്വേജ് ഈസ് മോർ സ്യൂട്ടബിൾ ടു പോയട്രി. പോയട്രി എഴുതാൻ റസ്റ്റിക് ലാംഗ്വേജ് ആയിരിക്കണം എപ്പോഴും നല്ലത്. ദ പ്രൈമറി എയിം ഓഫ് പോയട്രി ഈസ് ടു പ്ലീസ്. സിമ്പിൾ ആൻഡ് റസ്റ്റിക് തീംസ് ഷുഡ് ബി പ്രിഫേർഡ്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വളരെ റസ്റ്റിക് ആയിട്ടുള്ള ലാംഗ്വേജിൽ വേണം എഴുതാൻ എന്നാണ് വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുള്ളത്. ദെൻ റസ്റ്റിക് പീപ്പിൾ ലിവ് ക്ലോസ് വിത്തിൻ ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് ഹ്യൂമൻ ലൈഫ്. റസ്റ്റിക് പീപ്പിൾ എങ്ങനെയായിരിക്കും? ഹാർമണിയോട് വളരെയധികം ഇണങ്ങി, നേച്ചറിനോട് ഇണങ്ങി, ഹ്യൂമൻ ലൈഫ് വളരെ സിമ്പിളായിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്നവരായിരിക്കും. സോ റസ്റ്റിക് ലാംഗ്വേജ് ക്യാൻ എക്സ്പ്രസ് ഇമോഷൻസ് ഫ്രീലി ആൻഡ് ട്രൂത്ത്ഫുള്ളി. ഇങ്ങനെയായിരിക്കണം ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഡിക്ഷൻ ഓഫ് പോയട്രി അക്കോർഡിംഗ് ടു വേർഡ്സ്വർത്ത്. ഇനി വേർഡ്സ്വർത്തിൻ്റെ കോൺസെപ്റ്റ് ഓഫ് പോയറ്റ് ഓർ പോയട്രി എന്താണെന്ന് നോക്കാം. Poems have a special ability to see and feel deeply. പോയറ്റ്സിന് ഓരോ കാര്യങ്ങൾ കാണാനും അത് ആഴത്തിൽ അറിയാനുമുള്ള ഒരു സ്പെഷ്യൽ എബിലിറ്റി തന്നെ ഉണ്ട് എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. പോയട്രി ഷുഡ് എക്സ്പ്രസ് ജെനുവിൻ ഇമോഷൻസ് ആൻഡ് എക്സ്പ്രഷൻസ്. പോയട്രിയിലൂടെ എങ്ങനെയായിരിക്കണം കറക്റ്റായിട്ടുള്ള ഇമോഷൻസ്, കറക്റ്റായിട്ട് എക്സ്പ്രഷൻസൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ആൻഡ് nature is a key theme in poetry and poets should draw inspiration from it. പോയട്രിയിലെ ഒരു കീ തീം നേച്ചർ ആയിരിക്കണം എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. ആൻഡ് വേർഡ്സ്വർത്ത് ബിലീവ്ഡ് ഇൻ യൂസിങ് സിമ്പിൾ എവ്രിഡേ ലാംഗ്വേജ് ഇൻ പോയട്രി. സിമ്പിളായിട്ടുള്ള നമ്മളെന്നും ഉപയോഗിക്കുന്ന കൊളോക്കിയൽ ലാംഗ്വേജ് ഒക്കെ ആയിരിക്കണം പോയട്രിയിൽ കൊണ്ടുവരേണ്ടത് എന്നാണ് വേർഡ്സ്വർത്ത് വിശ്വസിച്ചിരുന്നത്. And imagination plays a crucial role in creating poetry. ഒരു പോയട്രി നിർമ്മിക്കുന്നതിൽ ഇമാജിനേഷൻ ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റോള് തന്നെ ഉണ്ട് എന്നും പറയുന്നുണ്ട്. ആൻഡ് പോയട്രി ഷുഡ് കണക്ട് വിത്ത് യൂണിവേഴ്സൽ ഹ്യൂമൻ എക്സ്പ്രഷൻസ്. ആൻഡ് ഹീ ഗിവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു പ്ലഷർ. പ്ലഷറിനൊക്കെ ഹാപ്പിനെസ്, പ്ലഷർ, ഡിലൈറ്റിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ആളാണ് വേർഡ്സ്വർത്ത്. ആൻഡ് ഹീ ഈസ് അഗൈൻസ്റ്റ് ടു നിയോ ക്ലാസിക്കൽ പോയട്രി. നിയോ ക്ലാസിക്കൽ പോയട്രിക്ക് അഗൈൻസ്റ്റ് ആയിരുന്നു വില്യം വേർഡ്സ്വർത്ത്. നിയോ ക്ലാസിക്കൽ പോയട്രിയുടേത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കണം. ആൻഡ് വേർഡ്സ്വർത്ത് ബിലോങ്സ് ടു റൊമാൻറ്റിക് സ്കൂൾ ഓഫ് ക്രിറ്റിസിസം. റൊമാൻറ്റിക് സ്കൂൾ ഓഫ് ക്രിറ്റിസിസം എന്ന് പറയുന്നൊരു സ്കൂളുണ്ടായിരുന്നു, അതിൽ ബിലോങ് ചെയ്തിരുന്ന ആളാണ് വില്യം വേർഡ്സ്വർത്ത്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഹീ മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻസ് ടു ലിറ്റററി ക്രിറ്റിസിസം. ലിറ്റററി ക്രിറ്റിസിസത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് കൊണ്ടുവന്ന ആളാണ് വേർഡ്സ്വർത്ത്. ആൻഡ് പർട്ടിക്കുലർലി ത്രൂ ഹിസ് ഐഡിയാസ് അബൌട്ട് പോയട്രി ആൻഡ് റോൾ ഓഫ് പോയറ്റ്.
പോയട്രി എന്താ, ഒരു പോയറ്റിൻ്റെ റോൾ എന്തായിരിക്കണം എന്നൊക്കെ ഇയാൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹിസ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ വർക്ക് ഈസ് Preface to Lyrical Ballad is co-authored with S.D. Coleridge, published in 1800. And in this preface, Wordsworth laid underground for romantic movement in literature, emphasizing the importance of emotion, nature, and expressions of common people. അപ്പോൾ ഇത്രയാണ് വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ചിട്ട് പറയേണ്ടത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഹി ബിലോങ്സ് ടു റൊമാൻറ്റിക് പീരീഡ്. ക്രിട്ടിക്കൽ വർക്ക്, പ്രിഫൈസ് ടു ലിറിക്കൽ ബാലഡ്, അഡ്വർടൈസ്മെൻറ്റ് ടു ലിറിക്കൽ ബാലഡ്. ഇത് രണ്ടുമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രിട്ടിക്കൽ വർക്ക്സ്. ഇനി വേർഡ്സ്വർത്തിൻ്റെ ഡെഫിനിഷൻ ഓഫ് പോയട്രി ചോദിച്ചാൽ, പോയട്രി ഈസ് എ സ്പോണ്ടൈനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്, ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്ന് എഴുതാം. വേർഡ്സ്വർത്ത് പോയറ്റ് എന്താ, ഒരു പോയട്രി എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള കോൺസെപ്റ്റ്സ് കൊണ്ടുവന്ന ഒരാളാണ് വേർഡ്സ്വർത്ത്. ആൻഡ് ഹി ഡിവൈഡഡ് പോയട്രി ഇൻറ്റു 3 categories as എപ്പിക്, പാസ്റ്ററൽസ്, എലിജി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇൻ ദി കമൻറ്റ് സെക്ഷൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.